എടി പെണ്ണെ, ഈ ഗ്രാമത്തിൽ എനിക്കൊന്നുമില്ല. എനിക്ക് ആകെയുള്ള സന്തോഷം നീ മാത്രമാണ്. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാനിവിടെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്നേ നാട് വിട്ടേനെ. അച്ഛന്റെ ഗൗരവം, ചെറിയമ്മയുടെ ശകാരം എനിക്ക് മടുത്തു തങ്കമണി. ഞാനിന്ന് അമ്മയുടെ വീട്ടിൽ പോകുന്നു. എനിക്ക് എന്റെ അമ്മയെ കാണണം. ഏയ്, എന്താ മുഖം പാടിയത്? ഞാൻ പോകുന്നതിനുള്ള വിഷമാണോ? ഞാൻ നാളെ രാവിലത്തെ ബസ്സിൽ തന്നെ മടങ്ങിയെത്തും. മാധവൻകുട്ടി പോയ ആച്ചക്കന് വീട്ടിലേക്ക് അയക്കാൻ പെട്ട പാട്. അവന്റെ തള്ളയ്ക്ക് കുറെ അരിയും നാളികേരും കിട്ടി. വലിക്കണ്ടെന്ന് വലിച്ചാൽ ക്ഷീണമാ. എന്താ എന്ത് പറ്റി തങ്കമണി? മാധവേട്ട, നമ്മുടെ നളിനി കിണറ്റിൽ ചാടി മരിച്ചു. നഷ്ടപ്പെട്ട വർഷങ്ങളുടെ കണക്കെടുക്കാൻ ഞാൻ ബാക്കിയുണ്ട്. ഞാൻ നാട്ടിലുണ്ടെങ്കിലും എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നെ പരിഹസിച്ചവരോട് പകരം ചോദിക്കാൻ എന്റെ കരങ്ങൾക്ക് കഴിവില്ലായിരുന്നു. പ്രിയപ്പെട്ട നളിനി, നിന്റെ മരണം എന്നെ ദുഃഖിപ്പിക്കുന്നില്ല. ലക്ഷ്യമില്ലാത്ത യാത്രയിൽ തളർന്നു വീണ എനിക്ക് ആശ്രയം തന്ന ഭാർഗവേട്ടത്തിക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അച്ഛന്റെ കത്തെനിക്ക് പ്രചോദനമല്ല, എങ്കിലും ഞാൻ വരുന്നു എന്റെ ഗ്രാമത്തിലേക്ക്, എന്നെ കാത്തിരിക്കുന്നവരെ കാണാൻ. എന്തും തീരുമാനിക്കാനുള്ള അധികാരം മാധവൻകുട്ടിക്കാണ്. ഞാനത് അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ വെളിച്ചമില്ലായിരുന്നു. വീണ്ടും ഇരുട്ടാക്കരുതെന്ന് അപേക്ഷയുണ്ട്. അവന്റെ ഒരു ഒടുക്കത്തെ തീറ്റ. അവൻ ആ പാത്രം മുഴുവൻ കാലിയാക്കി. അതിനെന്താ, അവനൊരാളല്ലേ? ആളാണെങ്കിൽ ഒരു പെണ്ണാ കെട്ടിച്ചോറി അവന്. അതിനെന്താ, അവനൊരു പെണ്ണെ കിട്ടില്ലേ? വരി കിട്ടും. അപസ്മാര രോഗിക്ക് പെണ്ണ്. അമ്മ, കല്യാണം വേണം. അമ്മ അന്വേഷിക്കട്ടെ. ഇനി മോന്റെ കല്യാണം കൂടി കഴിഞ്ഞ് ഒന്ന് കണ്ണടച്ചാ മതി. അത് കഴിഞ്ഞാൽ ചാർലി ഒന്ന് ഭേദപ്പെടും. അത് തന്നെ എന്റെ ആഗ്രഹം. അവന് വയസ്സത്രയായില്ലേ? ആ, ഇനിയും മാധവൻകുട്ടിക്ക് ഒരു കല്യാണമൊക്കെ വേണ്ടേ? പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നാളെ തരാം.
വരൂ, ഊണ് കഴിക്കാം. കഴിച്ചോളൂ, ഞാൻ വരാം. ഇന്ന് ജാനു ഇല്ലല്ലോ വിളമ്പിത്തരാൻ. വരൂ. ഭാഗ്യപ്പെടുത്തി ഇന്നലെ ഉത്സാഹത്തിലാണല്ലോ. ഊണ് കഴിക്കുന്നില്ലേ? ചെറുപ്പത്തിൽ അമ്മൂമ്മ പറയാറുണ്ട്, വിളമ്പുന്ന കൈകൾക്ക് വിശപ്പില്ലെന്ന്. ഭാഗ്യപ്പെടുത്തിയുടെ മനസ്സ് ഇപ്പോഴും ചെറുപ്പമാണ്. ഈ ശരീരത്തെക്കാളും വലിയ മനസ്സാണ് എനിക്ക്. എനിക്കറിയാം. കണ്ണെത്താത്ത നാട്ടിൽ നിന്ന് അരഞ്ഞു തിരിഞ്ഞു വന്ന എനിക്ക് അഭയം തന്നത് മാധവൻകുട്ടി മറന്നിട്ടില്ല അല്ലേ? ഒരിക്കലും മറക്കില്ല. ഒരിക്കലും. ജാനുവിന്റെ പിറന്നാളിന് മാധവൻകുട്ടി നല്ല സമ്മാനമാണല്ലോ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. എനിക്കിഷ്ടമായി. 2 കൊല്ലം കൂടെ കഴിഞ്ഞ പെണ്ണ് സാരി ഉടുക്കാറാവും. ജാനു വീട്ടിലേക്ക് പോയിക്കോളൂ. നാളെ പെരുന്നാൾ ഉണ്ണാൻ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അമ്മയോട് പറഞ്ഞേക്ക്. മാധവേട്ടനും വരണം. ജാനുവിന്റെ പിറന്നാളിന് പോണ്ടേ? അതിന് ഭാർഗവേട്ടത്തി മാത്രം പോയാൽ മതി. മാധവൻകുട്ടിക്ക് എന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണോ? എനിക്കിഷ്ടമാണ്. എനിക്കിന്ന് നല്ല ഉന്മേഷം തോന്നുന്നു. നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ കടപ്പുറത്ത് പോകാം. നഷ്ടപ്പെട്ട പ്രായത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ എന്തിനു ദുഃഖിക്കണം? അതിന് താഴെ എന്റെ പേരെഴുതും. എന്റെ പേരറിയില്ലേ? മഴ വരുമെന്ന് തോന്നുന്നു. നമുക്ക് പോകാം. നല്ല മഴ.
ഈ മഴ മാറുന്ന ലക്ഷണമൊന്നും കാണാൻ കള്ളക്കർക്കണ മാസത്തിലെ കറുത്ത വാവ് പോലെ. ഞങ്ങൾ പോട്ടെ. മഴ മാറിയിട്ട് പോവാൻ കുഞ്ഞേ. മഴ മാറണ നോക്കിയിരുന്നാലേ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ നേരം വെളുക്കുന്നവൻ. മഴയൊട്ട് മാറിയേ. എന്നാ ഇവിടെ ചൂരുണ്ടുകൂടാൻ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. അതൊട്ടില്ലേ. മഴ സാരമില്ല മാധവൻകുട്ടി, നമുക്ക് പോകാം. ആ കൊടയുണ്ടായിട്ടാ. സൂക്ഷിച്ചു പോണേ. ആ ജാനുവിനെ ഞാൻ രാവിലെ അങ്ങോട്ട് പറഞ്ഞു വിടാം കേട്ടോ. ആ എന്തൊരു മഴ. ഇതാ മാധവൻകുട്ടി താക്കോൽ. ആ